ഹലോ സ്റ്റുഡൻസ്, ഓണം എക്സാമിനേഷന് അക്കൗണ്ടൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷനും ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റും. അതായത് സെക്കൻഡ് ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നുള്ള ചാപ്റ്ററിനകത്ത് അതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹിഡൻ ഗുഡ്വിൽ. കാരണം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയാണ് ഹിഡൻ ഗുഡ്വിൽ. അപ്പോൾ ഹിഡൻ ഗുഡ്വില്ലിന്റെ ക്വസ്റ്റൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക, ഹിഡൻ ഗുഡ്വിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചോ. സോ ഗുഡ്വിൽ ഈസ് ഹിഡൻ. നമുക്കറിയാം ഏതൊരു ഫേമിലേക്കും നമുക്കറിയാം രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അഡ്മിഷന്റെ സമയത്ത് നമുക്ക് എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. സി എന്ന് പറയുന്ന ഒരാളെ ഫേമിലേക്ക് അഡ്മിറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും സി എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ പ്രീമിയം ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരണം അല്ലെ. അപ്പോൾ സെപ്പറേറ്റ് ക്യാപിറ്റലും പ്രീമിയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എല്ലാം ചെയ്യുന്ന അറിയാം. പക്ഷേ ചില ക്വസ്റ്റിനകത്ത് പ്രീമിയം പ്രത്യേകം പറയില്ല. ബ്രിങ്ങിങ് ദ ക്യാപിറ്റൽ എമൗണ്ട് 1 lakh rupees. ഇതിനകത്ത് എന്തുണ്ടെന്ന് പറയും? പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ ഉണ്ടെന്ന് പറയും. അതായത് ക്യാപിറ്റൽ മാത്രം കൊണ്ടുവരുന്നു, അതിന്റെ അകത്ത് എന്തുണ്ടാവും? ഗുഡ്വിൽ ഉണ്ടാവും. ഈ സമയത്ത് ഇതിനാണ് നമ്മൾ ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ക്യാപിറ്റലിംഗ് വാങ്ങണം, അതിനകത്ത് നിന്ന് അക്കൗണ്ട് സെപ്പറേറ്റ് ചെയ്യണം, ഇതിനുള്ളിൽ എത്രയാണ് ഗുഡ്വിൽ ഉള്ളത് എന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അതിന് ഹിഡൻ ആയി കിടക്കുന്ന ഗുഡ്വിലിനെ പുറത്തെടുക്കുകയും അതിന്റെ എൻട്രി പാസ് ചെയ്യുന്നതോടുകൂടിയാണ് ഹിഡൻ ഗുഡ്വിൽ കംപ്ലീറ്റ് ആവുന്നത്. സോ എക്സാമിന്റെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എവിടെയും ഹിഡൻ എന്ന് പറയില്ല. നമ്മൾ പറയാ ക്യാപിറ്റലിനകത്ത് ഗുഡ്വിൽ ഉണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന് പറയും, എന്ന് നമ്മൾ ഗുഡ്വിൽ വാല്യൂ ചെയ്യണം, ഗുഡ്വിൽ കണ്ടുപിടിക്കണം എന്നതാണ്. സോ വി ക്യാൻ കം ടു എ ക്വസ്റ്റ്യൻ. സി ഒരു ചോദ്യം എങ്ങനെയാണ്? രണ്ട് പാർട്ട്നേഴ്സ് മക്കളെ എയും ബിയും ആണ് പാർട്ട്നേഴ്സ്. അവരുടെ ഓൾഡ് റേഷ്യോ 5:3 ആണ്. അവരുടെ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ക്വസ്റ്റിനകത്ത് തരും. അതുപോലെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ആളെ പേരുടെ ക്വസ്റ്റിനകത്ത് തരും. ഇനി അഡ്മിറ്റ് ചെയ്യുന്ന ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/5 ആണ്. സി ബ്രോട്ട് ഇൻ റുപ്പീസ്, അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ 50,000 rupees ആണ്. ദെൻ നമ്മളോട് ചോദ്യം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഫേം ആൻഡ് റെക്കോർഡ് ദ സെയിം. ഗുഡ്വിലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ 50,000 കൊണ്ടുവന്നു. എങ്ങനെയാണ് ഗുഡ്വിലേക്ക് എത്തുക? നമുക്ക് നോക്കാം. So C's share, C's share in profit is equal to 1/5. Very easy. And his capital will be 50,000. അപ്പൊ സി എന്ന് പറയുന്ന പാർട്ട്ണർ 50,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലുണ്ടാവുക ഏതോ ഒരു എമൗണ്ടിന്റെ 1/5 ആണ് 50,000 അല്ലെ. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം, പുതിയ സ്ഥാപനമാണ്. ഒരാളുടെ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ പുതിയ സ്ഥാപനമാണ്, പുതിയ ഫേമാണ്. ആ ഫേമിന്റെ മൊത്തം ക്യാപിറ്റലിന്റെ 1/5 ആയ 50,000 ആണ് ഞാൻ കൊണ്ടുവന്നത്. ഡിപ്പെൻസ് അല്ലെ. ഇതിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇയാളുടെ ക്യാപിറ്റലിനെയും ഇയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിനെ വെച്ചുകൊണ്ട് പുതിയ ഫേമിന്റെ ABC എന്ന് പറയുന്ന പുതിയ ഫേമിന്റെ 3 പേരുള്ള പുതിയ ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ഈസ് ഈക്വൽ ടു 50,000 into 5/1 ആണ് അല്ലെ. 50,000 into 5/1 ആണ് ഈസ് ഈക്വൽ ടു 2,50,000. 2,50,000 ആണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം അല്ലെ. അപ്പം സിക്ക് മനസ്സിലായി ഞാൻ 2,50,000 1/5 ആണ് കൊണ്ടുവന്നത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സിക്ക് ചെറിയൊരു ഡൗട്ട് വന്നു, നമ്മുടെ ക്യാപിറ്റൽ ഒക്കെ ആഡ് ചെയ്ത് നോക്കിയാലോ. അതായത് ക്യാപിറ്റൽസ് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ ബി ആൻഡ് സി, ഇവരുടെ 3 പേരുടെ ക്യാപിറ്റൽ 3 പേരുടെ ക്യാപിറ്റൽ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര അറിയോ? 70,000 പ്ലസ് ബിയുടേത് 50,000 ആണ്, സി കൊണ്ടുവരുന്നത് 50,000 ആണ്. ഇങ്ങനെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാടാ? 1,70,000 മാത്രമേ വരില്ല, 1,70,000 മാത്രമേ വരുന്നുള്ളൂ. കൺഫ്യൂസ്ഡ് അല്ലെ? കൺഫ്യൂഷനായി. കാരണം 2,50,000 rupees 1/5 ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സി. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും ക്യാപിറ്റൽ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 1,70,000 വരുന്നുള്ളൂ. സോ സി ചോദിക്കില്ല എയുടെയും ബിയുടെയും വാട്ട് ഈസ് ദ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്? സോ ദാറ്റ് ഡിഫറൻസ് ഈസ് ദ ഗുഡ്വിൽ ആണ്. സോ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു 2,50,000 minus 1,70,000. ദാറ്റ് ഈസ് 80,000 രൂപയാണ് ഗുഡ്വിൽ ഫേമിന്റെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. വാല്യൂ ഓഫ് ദ ഗുഡ്വിൽ അല്ലെ, ഫേമിന്റെ ഗുഡ്വിൽ എത്രയാ? 80,000 rupees ആണ്. എൻട്രി പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 എൻട്രി പാസ് ചെയ്യാം. റിസീവ് എൻട്രി പാസ് ചെയ്യാം, നമുക്ക് ഗുഡ്വിലിന്റെ ട്രീറ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യാം. നമുക്ക് ഗുഡ്വിലിന്റെ എൻട്രി മാത്രം പാസ് ചെയ്യാം. അതിനുവേണ്ടി സീസ് ഗുഡ്വിൽ അല്ലെങ്കിൽ സി ഷെയർ ഈസ് ഈക്വൽ ടു 80,000 ആണ് ഇൻറ്റു അയാളുടെ ഷെയർ 1/5 ദാറ്റ് ഈസ് 16,000. ഇതാണ് പ്രീമിയം, ഇതാണ് സി കൊണ്ടുവരേണ്ട എമൗണ്ട്. അതായത് സി കൊണ്ടുവന്നിരിക്കുന്ന 50,000 rupeesനകത്ത് 16,000 rupees എന്താണ്? അതിന്റെ പ്രീമിയം ആണ് അല്ലെങ്കിൽ ഗുഡ്വിൽ ആണ്, അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ആണ്. ആ ഗുഡ്വിലിനെ എൻട്രി പാസ് ചെയ്യണം അല്ലെ. അപ്പൊ റെസിപ്റ്റ് എൻട്രി നമുക്ക് പാസ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സീസ് ക്യാപിറ്റൽ 50,000 rupees റിസീവ് ചെയ്തു. അതിൽ നിന്ന് 16 എടുത്തിട്ട് ആർക്ക് കൊടുക്കണം? ബിക്കും സിക്കും കൊടുക്കണം. സാക്രിഫൈസ് റേഷ്യോ ഇവിടെ ഓൾഡ് റേഷ്യോ തരണം. കാരണം ന്യൂ റേഷ്യോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അക്യൂർ ചെയ്യുന്ന ഓൾഡ് ഷെയറിലാണ്. അതുകൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ്. സോ വി ക്യാൻ കം ടു ദ ജേണൽ എൻട്രി. അതിൽ നിന്ന് 16,000 rupees എടുക്കുന്നു, സിയുടെ ക്യാപിറ്റൽ എടുക്കുന്നു, ടു എസ് ക്യാപിറ്റൽ ടു ബിസ് ക്യാപിറ്റൽ കൊടുക്കുന്നു. ആ എമൗണ്ട് 10ഉം 6ഉം ആണ്. ഗുഡ്വിലിനെ
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രിയാണ് സാക്രിഫൈസിന്റെ ഇഷ്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഹിഡൻ ഗുഡ്വില്ലിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മക്കൾ അടിപൊളിയായിട്ട് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണം. ഗുഡ്വില്ലിന്റെ എല്ലാ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. സോ ഓൾ ദ ബെസ്റ്റ്.